വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഫുട്ബോൾ ഗെയിമേഴ്സ്. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളിതാ തിരിച്ച് ഫുട്ബോളിലായിട്ട് വന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ മൈ ലീഗ് വീഡിയോ തന്നെയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാനിപ്പോൾ ഫെർണാണ്ടോ ടോറസിന് വേണ്ടിയിട്ട് ഒരു 500 കോയിൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പാക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ടോറസിൻ്റെ പാക്ക്. ഇത് വന്നിട്ട് 102 ആകും. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി സേവ് ചെയ്ത് വെക്കുകയാണ്. കുറച്ചൊരു 100 കോയിനും കൂടി മതി. ആൻഡ് എനിക്ക് കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടി ഗൈസ്. അത് വന്നിട്ട് നമ്മുടെ പുതിയതായിട്ടൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട്, 8th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് മൊബൈലിലത്തെ. അപ്പോൾ വേൾഡ് വൈഡ് സ്പെഷ്യൽ ഇപ്പോൾ കാണുന്ന ഈ പ്ലേയേഴ്സൊക്കെ ഇല്ലേ, ഇവരൊക്കെയാണ് അന്ന് കാണുക. സോ ബാറ്റിസ്റ്റൂട്ട, മൈക്കൽ ഓവൻ, ഡെനിസ് ബെർക്കാം, ലുഡോവിച്ച് ഗ്യൂലെ, നക്കാട്ട, ഒഡോ, വാൻ ബൂട്ടൻ, ക്രിസ്ത്യൻ അബിയാട്ടി, ഇവരൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് വന്നിട്ട് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടി. ഇത് വന്നിട്ട് നമ്മുടെ വെസ്ലി സ്നൈഡർ, ബെല്ലറ്റി, ഡേവിഡ് വില്ലൊക്കെ വന്നില്ലേ, അത് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിന് ഞാൻ ബാറ്റിസ്റ്റൂട്ടനെ എടുത്ത്, പിന്നെ ഞാൻ കറക്കിയിട്ട് വന്നിട്ട് എനിക്ക് ഗ്യൂളീനെ കിട്ടി ഗൈസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ കാർഡ്. റോമിംഗ് ഫ്ലാങ്കാണ്. ഞാൻ അതിൻ്റെ സ്റ്റാറ്റ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്ക് ഗൈസ്, 99 ഡ്രിബ്ലിംഗ്, 98 ടൈറ്റ് പൊസിഷൻ, 95 ബോൾ കൺട്രോൾ. വാവ്. സ്പീഡ് നോക്ക്, ആക്സിലറേഷൻ 100, ബാലൻസ് 97. ഇതൊരു പൊളി കാർഡാണ്. ആൻഡ് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്. പിന്നെ വന്നിട്ട് ബാർസലോണ ലാലിഗ അടിച്ചതിൻ്റെ ഒരു പാക്ക് വന്നിരുന്നു, വിന്നേഴ്സ് എന്നും പറയാം. അതിൽ എനിക്ക് ലമീൻ യമാലിനെ കിട്ടി, 100 ആവും. പിന്നെ ഈ ബാറ്റിസ്റ്റൂട്ട ഫിനോമിനൽ ഫിനിഷിങ് 105 ആകും ഗൈസ്. 7 ഗെയിമിൽ 9 ഗോൾ അടിച്ചു. നല്ലൊരു കാർഡാണ്, ലോങ് റേഞ്ച്, നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്, പൊളിയാണ്. സ്ട്രൈക്ക് കൺസിസ്റ്റൻറ്റാണ് കൊടുത്തത്, നക്കിൾ ഷോട്ടൊക്കെ ഉണ്ട്. ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് എൻ്റെ മെയിൻ ഇത്. അപ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരും കിട്ടി. നിങ്ങൾക്ക് ആരൊക്കെ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ ഒരു പുതിയൊരു ഡുവോ കണ്ടുപിടിച്ചു ഗൈസ്. എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലമീൻ യമാൽ. ലമീൻ യമാലിൻ്റെ ക്രോസ് ഞാനിപ്പോൾ കളിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് നമ്മുടെ മൈ ലീഗ് വീഡിയോ ആയിട്ട് വന്നിക്കണം. ഇത് വന്നിട്ട് നമ്മുടെ എപ്പിസോഡ് 7 ആണെന്ന് തോന്നണം. കുറേ നാളായില്ല, മറന്നുപോയി. ആൻഡ് കണ്ടില്ല, എനിക്ക് വേറെ പ്ലേയേഴ്സ് ഇല്ല, ഞാൻ കാണിക്കണത് വെറുതെ എൻ്റെ ഉള്ള കാർഡുകൾ. എനിക്ക് പിന്നെ ഈ വിക്ടർ വയാനെ കിട്ടിയിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ ഡെയിലി ഗെയിമില്ലേ, പെനാൽറ്റി അടിക്കുന്നത്, അത് അടിച്ചിട്ട് എനിക്കിത് കിട്ടിയതാണ്. ആൻഡ് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇത് എടുത്ത്, ഇത് വന്നിട്ട് നമ്മുടെ ലോണാണ്, എക്സ്ചേഞ്ച് പോയിന്റിൽ നിന്ന് എടുത്തതാണ്. പുതിയത് വന്നിട്ടുണ്ട്, ലോത്തർ മത്തേയസ്, ക്ലൗസ് ഓഗൻ തെല്ലർ, ക്ലാരൻസ് സീഡോർഫ്. എനിക്ക് ഇവനെ എടുക്കണം, മത്തേയസ്, പിന്നെ ഇവന് ഓഗൻ തെല്ലർ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കളികളൊക്കെ കളിക്കാം. നല്ല ഗെയിം പ്ലേ. ഇത് നല്ല കാർഡാണോ, എടുക്കണോ? വേണ്ട, നമുക്ക് നല്ലത് ഇതിനെ പറ്റും. ഓ ഹെഡിങ് 99 എടുക്കാം. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോകാം. നേരെ നമുക്ക് ഒരു റിയൽ ബെറ്റിസ്, അതായത് സെവില്ല ട്രിയാന, ഇവർക്കെതിരെയാണ്. ഇന്ന് നമുക്കൊരു മാച്ച് ഡേ 22-23 വരെ ഒന്ന് കളിക്കാം. നമുക്ക് നേരെ കളിയിൽ പോകാം. ഓ സൂപ്പർ സ്റ്റാർ ഡാർക്ക് ടഫ് ആയിരിക്കും. ഞാൻ കുറേ നാളായി കളിച്ചിട്ട് എനിക്ക് ഇത് തന്നെ ടഫുണ്ട്. യൂണിഫോം തന്നെ മതി. ബോൾ നമുക്ക് മാറ്റാം, അതെങ്കിലും അത് കളിക്കാം. ഒരു ടീമൊന്നും ഞാൻ നോക്കണ്ടേ. ഓ ഗൈസ്, എൻ്റെ റൊണാൾഡോയുടെ സ്റ്റാറ്റ്സ് നോക്കി, 101. ഓഹോ, വേറെ ലെവൽ. എടാ ഇത് പൊളിയാണല്ലോ. ഹെഡിങ് 99. അത് വിചാരിച്ചില്ല കേട്ടോ, ഇത് ഞാൻ വിചാരിച്ചില്ല. സീരിയസ്ലി മാൻ,
Oof. This is gonna be wonderful. Wonderful എന്ന് പറഞ്ഞാൽ wonderful ആയിരിക്കും guys. Wonderful. Wonderful. 103 നെയ്മറെ. ജോലിയല്ല. ഇത് നോക്കിയിട്ട് ഇറക്കുക. റോഡറിൽ നിന്ന് ഇറക്കാം. ഓക്കെ നമുക്ക് നേരെ കളിക്കാം. ബെല്ലിംഗാമിന് സെക്കൻഡ് ഹാഫിൽ ഇറക്കാം കേട്ടോ. സോ യെസ്, നമ്മുടെ കീ മാച്ച് തുടങ്ങണത് കീ മാച്ച് തന്നെയാണ് എന്തായാലും. ഗയ്സ് ഈ കളി തോറ്റാൽ എനിക്ക് ഒരു മാതിരിയാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് അടിച്ചുവിടാം, എപ്പോഴും കാണുക. ലെറ്റ് സ്റ്റാർട്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ഇത് കളി തുടങ്ങിയിരിക്കുന്നു. ആൻഡർവർട്ടിലേക്ക് ഒരു പാസ് കൊടുത്ത് കോസ്റ്റാ കുർട്ട, ലിയോണൽ മെസ്സി, മെസ്സി വിത്ത് റൺ. റോഡ്രിക്ക് അവിടെ ത്രൂ കൊടുക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. മെസ്സിക്ക് ഗയ്സ് നമുക്ക് നിറയെ ചാൻസ് കിട്ടിയടാ. ഗയ്സ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ. പിന്നെ മച്ചന്മാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 100 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. എന്നിട്ടൊരു 1K സബ്സ്ക്രൈബറിലേക്ക് പോവുക. 1K സബ്ബായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യാനിരിക്കുകയാണ്. ഓ അടിച്ചറാവില്ല. ഓക്കെ നമുക്ക് കൗണ്ടർ അറ്റാക്ക് എടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങാണ് മെസ്സിനെ ഇറക്കരുത്, യമാലിനെ ഇറക്കണമായിരുന്നു. പക്ഷെ യമാലിൻ്റെ കാർഡ് പൊളിയാട്ടോ. എടാ പാസറാ. കുഴപ്പമില്ല, ബോൾ പുറത്തായാലും ഡിഫെൻഡ് ചെയ്തില്ല. എന്തടേ ഇത്, ഒന്നും ചെയ്യില്ലല്ലോ ഇവര്. ബാറ്റിസ്റ്റൂട്ടാ നിറയെ ചാൻസ്, എന്തോരം ചാൻസ് അപ്പോൾ കിട്ടിപ്പോയത്. യോനി ലൊസേൽസോ, സെഡ്രിക് മക്കാംബു. That's great. ലിയോണൽ മെസ്സി ത്രൂ പാസ്, ബാറ്റിസ്റ്റൂട്ട, ക്രിസ്ത്യാനോ, ഗോൾ. അതാണ് ഗയ്സ് കൗണ്ടർ അറ്റാക്ക്. നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് ബോൾ ചെയ്യുന്നു കേട്ടോ. റൊണാൾഡോയിലേക്ക് വാവ്. നെയ്മർ ഹെഡിങ് 99 ആണ്. നെയ്മറിൻ്റെ നിന്ന് കറക്റ്റായിട്ട് എവിടെയോ നിൽക്കണോ എനിക്ക് ഇട്ട് കൊടുത്തേക്ക് പൊളി. എടാ എന്തില്ലേ ഞാൻ കോസ്റ്റാ കുർട്ടൊക്കെയാണ് അവിടെ ശരിക്കും ഇടാൻ നോക്കിയത്, പക്ഷെ എൻ്റെ കാലിലേക്കന്നെ പോയില്ല. ഇവിടെ നിന്ന് ഒരു ക്രോസ്. ഗൈസ് നമുക്ക് 99 ഇടുമ്പോൾ അവർക്ക് 99 ആവോ ഹെഡിങ്? കാരണം എൻ്റെ പ്ലെയർ ചാടാതെ അവരുടെ പ്ലെയറിന് ചാടുന്നത് കൂടുതൽ. ഓക്കെ
2-1. നെയ്മർ പൊളി. നെയ്മർ പൊളിയാണ് ഗൈസ്. ഞാൻ മറ്റേ 103 പാക്ക് എടുക്കാന്നിരിക്കുകയാണ്, പക്ഷെ ചേർത്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പ്ലേയേഴ്സിനെ കാണുമ്പോഴേ കറക്കാൻ തോന്നും, അപ്പം തന്നെ കറക്കാൻ തോന്നും. പക്ഷേ കറക്കിക്കൊണ്ട് വരുന്ന കറക്കിക്കഴിഞ്ഞാൽ കിട്ടത്തുമില്ല. ലാസ്റ്റ് ഈ നെയ്മറും കിട്ടൂല, അതിൽ നിന്ന് പ്ലെയറും കിട്ടൂല, ലാസ്റ്റ് നെയ്മറിനെയും കിട്ടൂല. അതാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. ഗീസിന് അടുത്ത കളി ഗ്യൂലിനെ ഇറക്കി കാണിച്ചു തരാം. ഈ കളി മെസ്സി റൊണാൾഡോ ഒക്കെ തന്നെ ഇരിക്കട്ടെ. അവിടെ അത് നോക്കണോ, ജസ്റ്റ് മിസ്. ഗോൾ കീപ്പർ വെറുതെ ചാടി. പോയി, അത് പോയി, അത് പോയി, അത് പോയി, അത് പോയി, അത് പോയി, അത് പോയി. എന്ത് ചെയ്യാനാ, ഓരോ മണ്ടത്തരം. അങ്ങടല്ല, പോയി, 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 വെക്കുമ്പോൾ ഞാൻ ഇച്ചിരി കഴപ്പ് കാണിക്കാൻ പോണേ, ആരും ഒന്ന് തോന്നല്ലേ. ഓക്കെ, that would be great. അവിടെ ഒരുത്തം ഓടി വാടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വാടാ, ഇങ്ങോട്ട് അടുത്തോടാ. ഗോൾ കീപ്പർ സേവ് ചെയ്ത് ഗോളി പോയി. ലാഗ് ചതിച്ച് ദേ വീണ്ടും പോയി. ഈ കാർലോസ് എന്താണ്ട് ഇങ്ങനെ അടിക്കുന്നു. എല്ലാവരും ബാക്കിക്ക് പോ. എടാ ലാഗ് ഒന്നും കാണില്ല എനിക്ക്. ഒട്ടിച്ച് അത് നടന്നില്ല. ഇപ്പം തന്നെ മൊത്തം പോയി. ഗൈസിനകത്തൊരു സിറ്റുവേഷൻ ചെയ്യട്ടെ, കുറച്ച് പ്ലേയേഴ്സ് നടക്കാനുണ്ട്. മെസ്സിനെ കൊണ്ടൊന്നും നടക്കൂല അവിടെ വെച്ച്. അത് കാരണം യമാൽ അവിടെ നമ്മുടെ കളിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. What? Wait, what? Okay. പിന്നെന്താ CMF ആണ് അതെങ്കിലും അത് റൊണാൾഡോ കൂടെ പാർട്ടിസിപ്പത്തേക്കെങ്കിലും കിട്ടുള്ളൂ. സ്ട്രൈറ്റ് അടിക്കാം. ഹെഡേ
അവനക്ക് മുൻപ് ഹെഡ് ചെയ്തു. ഫൈനലി എടാ അവൻ്റെ കാലിലേക്ക് തന്നെ ഓടിപ്പോണ്ടവൻ. കുഴപ്പമില്ല കുഴപ്പമില്ല, ദേഷ്യം പിടിക്കില്ലേ. ടാക്കളെങ്കിലും ചെയ്, ടാക്കളെങ്കിലും ചെയ്, ടാക്കളെങ്കിലും ചെയ്. ഓക്കെ, അത് മതി. അത് ക്രോസ് കണ്ടോ ഗീസിന്? അവൻ്റെ ക്രോസ് കണ്ടോ? അതൊന്ന് പോയി. എനിക്കൊരൊറ്റ കാര്യം നോക്കാനുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ടു ഒടിച്ച് ഹെഡിങ് ചെയ്യടാ. ഗൈസ് ആരും ഹെഡിങ് ചെയ്യണില്ല. ഇത് പോയി, അത് പോയി. ലാഗ് ഫുള്ളുണ്ടല്ലോ ഗൈസ്, പിന്നെന്താ? ഓ ഓ ഒടിച്ച് ഒടിച്ച് ലാഗ് ഒടിച്ച് ലാഗ് ഒടിച്ച്. എടോ എടോ ജസ്റ്റ് മിസ്. ഇപ്പം തന്നെ ഗോളായാണിരുന്നു. ലമിനിമൽ ലമിനിമൽ ലമീനിമൽ 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 ക്രോസ്, ഹെഡിങ്. ഗൈസ് ഇതാണ് ഈ അമ്മാളുടെ സ്പെഷ്യാലിറ്റി. അവൻ്റെ എല്ലാ കാർഡും പെട്ടപ്പം കാർഡുകളാണ്. ഇപ്പം തന്നെ പറഞ്ഞു അത് ട്രിവല്ല കണ്ടില്ല ഗൈസ്? ട്രിവല്ലിങ്ങനെ ഏതല്ലേ അറിയില്ല ഗൈസ്. ഞാൻ ഇപ്പം തന്നെ ആരാട്ടു. ഓക്കെ ഗൈസ്, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കി ഓക്കെ, അതൊക്കെ ഇവിടെ നമുക്ക് ഇന്ന് കളിക്കാം. ഞാൻ ആദ്യം ഫോർമേഷൻ ഒന്നും ഇല്ലെന്ന് മാറ്റട്ടെ. കേട്ടോ, നമ്മൾ നേരത്തെ യമാലിപ്പോൾ ഇറക്കണം. യമാലി ഞാൻ വേറൊരു ഫോർമേഷൻ കണ്ടിരുന്നു കേട്ടോ. ഈ ബഫ് ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഇങ്ങനെ അയ്യോ 3133 കറക്റ്റ്. ഇത് ക്വിക്ക് കൗണ്ടറിൻ്റെ ഫോർമേഷൻ എന്നാണ് പറയണത്. നമുക്ക് ഇതിട്ട് കുറച്ച് കളി കളിച്ച് നോക്കാം. എന്നാണ് ഇങ്ങനെ കളിക്കാം. കോമ്പറ്റീഷൻ ഇൻഫോ നമ്മളാണ് ഫസ്റ്റ് പ്ലേസ്. ഓക്കെ, ബാർസലോണ പ്ലേയേഴ്സാണ് നടത്തില്ല ഫസ്റ്റ്. പക്ഷേ ഇത് ഈ ബാർസലോണ അല്ല ഫസ്റ്റ്. ഒരു ലോസ് ഇല്ല കേട്ടോ അവർക്ക്. നമുക്കൊരു ലോസ് ഉണ്ട്. ടവർ ഭയങ്കര നല്ല വലിയൊരു കോമ്പറ്റീഷനാണ് ഗൈസ്, നല്ല വലിയ കോമ്പറ്റീഷൻ. വാവ്, നല്ല വലിയ കോമ്പറ്റീഷനാണ്. ഗൈസ് നമുക്കൊരു 2 മാച്ച് തീർക്കാം കേട്ടോ. വേറെ
നോക്കാം. തുടങ്ങി, കളി തുടങ്ങി, കളിക്കാം. നിങ്ങളിത് കാണുന്നത് റിയൽ മാഡ്രിഡ് വേഴ്സസ് എൽച്ചെ. എടാ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കളിക്കില്ലേ. ഡാർക്ക് ഭയങ്കര ഫാസ്റ്റ്. അവൻ ചമ്മി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്യൂലിയുടെ കയ്യിൽ ബോൾ കൊടുക്കാം. ഗ്യൂലിയുടെ കയ്യിൽ ബോൾ കിട്ടി. എന്നിട്ട് അവൻ്റെ കാലിലേക്ക് തന്നെ തിരിച്ചങ്ങോട്ട് കൊടുത്ത് ബസ്റ്റ് കേട്ടോ. ഗ്യൂലി എന്തിന് ഗൈസ്? ഞാൻ പാസ് ചെയ്തിട്ടുന്നില്ല ഗൈസ്. അവന്മാര് കാശ് കൊടുത്തെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചു നേരം മുമ്പ് ബാർസലോണനെ പറ്റി പറഞ്ഞായിരുന്നു. ബാർസലോണ ശരി ഇത് കാണിക്കുന്നു. എടാ അത് കേറിയില്ല. അത് കേറി നീ പൊളിച്ചാൻ്റെ. പക്ഷേ റൊണാൾഡോ അടിച്ച സ്ഥലം അറയായി പോയി. റൊണാൾഡോ അടിച്ച് ടാക്കളില്ല. ഫൗൾ. യെല്ലോ കാർഡ്. ഞാൻ വെറുതെ ടാക്കിൾ ചെയ്ത് കളിക്കാം. ഇനി നമുക്ക് സീരിയസ് ആയിട്ട് കളിക്കാം. ഒരു ഗോൾ അടിച്ചിട്ടില്ല 18 നിമിഷമായിട്ട്. ഗൈസ്, ഞാൻ കേട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് കാരണമാണ് ഗോൾ അടിക്കാൻ പറ്റാത്തത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. എന്നോടൊരാൾ പറഞ്ഞതാണ്. ആരാണെന്ന് പറയില്ല. എടാ ഞാൻ മറ്റേ PvP കളിക്കുമ്പോൾ ഇവനക്ക് ഭയങ്കര ഡ്രിബിളിങ് സ്പീഡൊക്കെ ഉണ്ട്. ഇത് കളിക്കുമ്പോൾ മാത്രം എന്താണാവോ അവനക്ക് സ്പീഡില്ലാത്തത്. ഞാൻ ഗ്യൂലിനെ ആട്ടോ പറയുന്നത്. അവർക്ക് പൊസഷൻ ഇല്ല ഗൈസ്, ടൈറ്റ് പൊസഷൻ. ഞാൻ PvP കളിക്കുമ്പോഴൊക്കെ ഫ്രാൻസിന് എടുത്ത് നാഷണൽ ടീംസ് ഇപ്രാവശ്യം വ്യാഴാഴ്ച വന്നപ്പോൾ ഞാൻ ഫ്രാൻസിന് എടുത്ത്. അവനക്ക് എന്തൊരു ഭയങ്കര പൊസഷന്, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. വെറുതെ അല്ലേ, ലാഗായിരുന്നു. That's what I wanted. Quick counter guys. പെട്ടെന്നൊരു കൗണ്ടർ ചെയ്തില്ല. നമുക്ക് തന്നെ ഒരു ക്വിക്ക് കൗണ്ടർ കൊടുക്കാം. സെക്കൻഡ് ഹാഫിലെ ക്വിക്ക് കൗണ്ടർ കൊടുക്കാം ഗൈസ്. ഒരു കൗണ്ടർ അറ്റാക്ക് നമുക്ക് അടിക്കണം പെട്ടെന്ന് തന്നെ. ഒരു 3 ഗോള് അറ്റ്ലീസ്റ്റ് ഈ കളിയിൽ അടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ഗോളെങ്കിലും അടിക്കണം. യെസ്. യമാൽ ഓക്കെ, അയ ഗ്യാപ്പ് ക്ലോസ് ആയി. എടാ ഞാൻ അതല്ലട ഉദ്ദേശിച്ചത്. അവനെപ്പോൾ എടാ അവിടെ പോയി തിരിഞ്ഞ്. ഞാൻ ഉദ്ദേശിച്ചതായി ഗ്യാപ്പ് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ പെട്ടെന്ന്
സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കളി അങ്ങോട്ട് തീർക്കാം, പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാം. സെക്കൻഡ് ഹാഫിന് കുറച്ച് ലാഗ് കിട്ടി, നമുക്ക് കുറേ നേരം എടുക്കണം, ഉണ്ടാവും, പക്ഷെ കുറേ നേരമൊന്നും ഉണ്ടാവില്ല. ജോലിയിൽ വെച്ച് റണ്ണെടുക്കാം. ഇങ്ങനത്തെ ഏതിനെതിരെ കളിക്കുമ്പോൾ ഈ ഗോൾ കീപ്പേഴ്സൊക്കെ ഇല്ലേ, നമുക്ക് ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല, അപ്പോൾ തന്നെ സേവ് ചെയ്യും. പക്ഷെ PvP കളിക്കുമ്പോൾ അങ്ങനെയല്ല, ക്രോസ് ചെയ്യാൻ സമ്മതിക്കും. എടാ ത്രൂ പോയില്ലേ, ഞാൻ ത്രൂ പോയെന്ന് വിചാരിച്ചിരുന്നു. ഓടിക്കോ 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 ഓടിക്കോ, ബാറ്റിസ്റ്റോട്ടാ അതെന്ത് ക്രോസ് ഇച്ചിരി മോശമായിപ്പോയി. ഞാൻ ബെല്ലിംഗാമിനാണ് കേസ് ഇടാൻ നോക്കിയത്, ബാറ്റിസ്റ്റോട്ടാനല്ല. പ്ലെയറിനെ കണ്ടില്ല. ഗോഡിയോള. ഓക്കെ, കറക്റ്റ് റൊണാൾഡോ കിട്ടി. That's it. പാട്ട് പാടണം ഗൈസ്, നല്ല ശരി പ്രാവശ്യം അവന്മാർ മറ്റേ അറ്റാക്കിംഗ് ബോർഡ് ഇട്ട്, എനിക്ക് ഇഷ്ടമല്ലേ ഈ സംഭവം. ജസ്റ്റ് മിസ്സില്ല, ഇപ്പം അത് ഗോളാവേണ്ടതായിരുന്നു. ക്ലിയർ ഇറ്റ് ഔട്ട്. ജൂലി പാസ്വേഡ് ജൂലി റോബർട്ടോ കാർലോസ്. കോസ്റ്റ മാത്രം ഡിഫെൻഡ് ചെയ്യില്ല. ഇവന്മാരുടെ അറ്റാക്ക് പോലെയാണ്. ഇവിടെ നമ്മളുടെ ലൈഫ് പോയി കുറഞ്ഞു, ഒരു ഔട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ മൊത്തം പോവും. മൊത്തം പോവും, എല്ലാത്തിൻ്റെയും ലൈഫ് കുറഞ്ഞ്. ബാറ്റിസ്റ്റോട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ, നീ ഇങ്ങോട്ട് വാ. LMF നീ അങ്ങോട്ട് പോ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേണ്ട, എന്നെ ആരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്ര മതി. വാൻ നിസ്റ്റൽറോയ് കുറേ കളിക്ക് ശേഷം, കുറേ ദിവസത്തിന് ശേഷം വാൻ നിസ്റ്റൽറോയിനെ വീണ്ടും ഒരു മാച്ചിൽ ഇറക്കണത്. എടാ അവൻ മുങ്ങി കയറി നിന്നടാ. ഒന്ന് ആലോചിച്ചു, നിങ്ങൾ കളിക്കുമേ കറക്റ്റായിട്ട് ഫ്രീ പോസ്റ്റ് ഒരുത്ത മുങ്ങി കയറി നിന്ന. എനിക്ക് കുറേ ദിവസമായിട്ട് അത് നടക്കണം. ഓക്കെ, വൈ ബ്രോ വാട്ട് ഇല്ല, എനിക്ക് കളിക്കണമാര്. സോറി കാബ.
നൈസ്. ഓക്കെ നമ്മുടെ സെക്കൻഡ് മാച്ച് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ അരമണിക്കൂറായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടം വെച്ച് തന്നെ നിർത്താം ഗൈസ്. നമുക്കപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. എനിക്കിത് എപ്പിസോഡ് 8 ആണ് എനിക്കിത് തോന്നണത്. എപ്പിസോഡ് 8 ആണ് ഗൈസ്. അപ്പം നമുക്ക് ഇനിയൊരു കളി നമുക്ക് ഒന്നും കൂടി കാണാം. നമുക്ക് ഒരു വലിയൊരു ഗെയിം അടുത്ത് വരുന്നുണ്ട്. നമ്മൾ അടുത്ത് തന്നെ വരുന്നുണ്ട് സീസണിൻ്റെ എൻഡിങ്ങിന്. നമ്മുടെ സീസൺ എൻഡിങ് കുറച്ച് കളിയും കൂടി ഉണ്ട്. അവിടെ ലാസ്റ്റ് മാച്ച് ബാർസലോണക്കെതിരെ. ഓ 1 2 3 4 5 6 7 8 9 10 18 കളിയും കൂടിയുണ്ട്. അടുത്തായി. ഓക്കെ നമുക്കപ്പോൾ ഇന്നൊരു കളിയിലായിട്ട് കാണാം ഗൈസ്. സോ എവരിവൺ സ്റ്റേ ട്യൂൺഡ്. പീസ്.